ചുംബനപ്പൂ കൊണ്ടു മൂടി എൻ്റെ തമ്പുരാട്ടി നിന്നെ ഉറക്കാൻ. ചുംബനപ്പൂ കൊണ്ടു മൂടി എൻ്റെ തമ്പുരാട്ടി നിന്നെ ഉറക്കാൻ. ഉണ്മതന്നുണ്മയാം കണ്ണുനീർ, ഉണ്മതന്നുണ്മയാം കണ്ണുനീരനുരാഗത്തേനെന്നു ചൊല്ലി ഞാനൂട്ടാ, തേനെന്നു ചൊല്ലി ഞാനൂട്ടാ. ചുംബനപ്പൂ കൊണ്ടു മൂടി എൻ്റെ തമ്പുരാട്ടി നിന്നെ ഉറക്കാൻ. എങ്ങനെയുണ്ട്? സൂപ്പർ, അടിപൊളിയുണ്ട്. നല്ല കഴിവുണ്ട്. പക്ഷെ എന്താണ് ഇത്രയും ഉയർന്നു വരാത്തത്? അതിന് അവസരങ്ങൾ കിട്ടുന്നില്ല. വേണ്ടിയായാലും ഡാൻസിന് വേണ്ടി എന്താ പരിപാടിക്ക് വേണ്ടി എന്തായാലും സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ. സപ്പോർട്ട് കാര്യങ്ങളൊക്കെ സമയം എടുത്ത് പഠിച്ച് നല്ല പ്രാക്ടീസ് ഒക്കെ ചെയ്ത് അതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് ജീവിക്കും. ഈ കോമാളി ഡാൻസും ചെയ്ത് നടക്കാണ്ട് സോഷ്യൽ മീഡിയയിൽ വീഡിയോ എടുത്ത് നടക്കാണ്ട് പാട്ടും ഡാൻസൊക്കെ മര്യാദക്ക് പഠിച്ച് വല്ല TV ചാനലൊക്കെ കയറാൻ നോക്ക്, സിനിമയിലൊക്കെ. പറയുന്നവരാണ് ഞാനൊരു അല്ല കഴിവുള്ളവരെപ്പോഴും ഉയർന്നു വരണം. ഇടയിൽ നിൽക്കരുത്, അത്രേ പറയാനുള്ളൂ. കാരണം നല്ലൊരു ഉപദേശമാണ്. കാരണം വെച്ചാൽ ഞാൻ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണല്ലോ, അല്ലേ? രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. കാരണം ഈ വാക്കുകൾ സത്യമല്ലേ? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ വാക്കുകൾ പറയുന്നത്. ഇത് നെഗറ്റീവായിട്ട് ആരും കമൻറ്റ് ഇടരുത്. കാരണം പോസിറ്റീവായിട്ടാണ് റിയ പറഞ്ഞത്. ഞാൻ 1 കോടി എന്ന് പറഞ്ഞ പരിപാടിയിൽ വന്നതൊക്കെ എന്ന് പറയുക പാട്ട് പാടി പേഷ്യൻസിൻ്റെ മണിക്കൂറും പാട്ട് പാടിയിട്ടാണ്. അപ്പോൾ നമ്മളൊരു പാട്ട് പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ പാടും. അത് ദൈവാനുഗ്രഹമാണ്. കാതിൽ തേൻമഴയായി പാടൂ കാറ്റേ കടലേ, കടൽ കാറ്റിൻ മുത്തങ്ങളിൽ കരൽ കുളിർത്താരോ, മധുരമായി പാടും മണിശങ്കുകളായി കാതിൽ തേൻമഴയായി പാടൂ കാറ്റേ കടലേ. എന്നാലും പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ആശംസകൾ നേരുന്നു. ഇനിയും നല്ല അവസരങ്ങൾ വരട്ടെ. വേര് പോലത്തെ വെബ് സീരീസിലെ കഥാപാത്രം പോലെ കിട്ടട്ടെ. അതുപോലെ എൻ്റെ ഗുലാൻ്റെ തട്ടുകട എന്ന സിനിമ കാണണം, സപ്പോർട്ട് ഉണ്ടാവും. നമ്മുടെ ജാഫർക്കാട് കൂടെ നല്ലൊരു വേഷം ചെയ്തിരിക്കുകയാണ്. അതിൽ നമ്മൾ അലിൻ ജോസ് പെരേരയുണ്ട്, പുള്ളിക്കൊരു വേഷമുണ്ട്, പിന്നെ മായ ഇടുക്കിയുണ്ട്. ഞങ്ങളെല്ലാവരും ഇതായിട്ട് ചെയ്തതാണ്. അപ്പോൾ എന്തായാലും പെരേര ഒരു കാര്യം പറയാം, നല്ലൊരു കുട്ടിയാണ്, നീ മിസ് ചെയ്യുന്നു. എനിക്കതേ പറയാനുള്ളൂ. നല്ല റീലുകളായിട്ട് റിയയുടെ കൂടെ വരിക, അല്ലേ? വരണ്ട റിയ. കാരണം ഇപ്പോഴും നല്ല സ്നേഹമായിട്ട് നിൽക്കുന്നൊരു കലാകാരിയാണ് പെരേരയെ സപ്പോർട്ട് ചെയ്യുന്നൊരു കലാകാരിയാണ്. എന്തായാലും അപ്പോൾ പെരേരയോട് എന്താണ് പറയാനുള്ളത്? നല്ല രീതിയിൽ വരട്ടെ, അല്ലേ? പെരേരയ്ക്ക് എല്ലാ കാലത്തും നന്മ വരട്ടെ. അവനും എൻ്റെ കുടുംബത്തിനും കൂട്ടുകാർക്കും എല്ലാ ആശംസകളും. ദൈവത്തിൻ്റെ എല്ലാ ഞാനും ഉണ്ടോ ഉയർന്നു പോകട്ടെ. ഇനിയും വലിയ തലങ്ങളിൽ വലിയൊരു ആക്ടറായി നല്ലൊരു നായകനായി വരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.